ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ആഴ്ചകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ആൽഫ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡച്ച്, ഇംഗ്ലീഷ്, ജർമ്മൻ ഈ 3 ഭാഷകളിലായിട്ടാണ് ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ജൂൺ മാസം 24-ാം തീയതി, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ബുക്ക് മൈ ഷോസ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഒരു സീരീസാണ്. അയൺ ഹേർട്ട് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ഒരു മിനി സീരീസാണ്. നമ്മുടെ MCUയുടെ ഫിഫ്ത്ത് ഘട്ടം അവസാനിക്കുന്നത് ഈ ഒരു സീരീസിലൂടെയാണെന്നാണ് അറിയുന്നത്. എന്നാലും ഈ ഒരു സീരീസ് ജൂൺ മാസം 24-ാം തീയതി ആദ്യത്തെ 3 എപ്പിസോഡ് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. ബാലൻസ് ആയിട്ടുള്ള 3 എപ്പിസോഡുകൾ ജൂലൈ മാസം 1-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ ശ്രീനാഥ് ബാസി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയമാകാതെ പോയൊരു സിനിമയായിരുന്നു ആസാദി എന്ന് പറഞ്ഞ സിനിമ. നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. മനോരമ മാക്സ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ജൂൺ മാസം 27-ാം തീയതിയാണ് ഈ ഒരു സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ദ ഹണ്ട് ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. രാജീവ് ഗാന്ധി കൊലപാതകവും അന്വേഷണവും ആണ് ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നത്. സോണി ലിവിൽ ജൂലൈ മാസം 4-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. സോണി ലിവ് ആയതുകൊണ്ട് മറ്റു ഭാഷയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. കാളിദർ ലാപ്റ്റ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കാളിദർ ലാപ്പറ്റ ഈ സിനിമ ജൂലൈ മാസം 4-ാം തീയതി C5 വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അഭിഷേക് ബച്ചനാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. എവരി സെക്കൻഡ് കൗണ്ട്സ് കൗണ്ട് ഡൗൺ ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ജൂൺ മാസം 25-ാം തീയതി ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത വരലക്ഷ്മി ശരത്കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോർട്ടൂൺ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തമിഴ് മൂവിയാണ്. ദ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ സിനിമ. സൺഡെക്സിൽ ഈ സിനിമ ജൂൺ മാസം 26-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു സീരീസാണ്, ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. പഞ്ചായത്ത് എന്ന സീരീസിൻ്റെ 4-ാമത്തെ സീസണാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഹിന്ദി ഭാഷയിൽ മാത്രമേ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളൂ. അടുത്തൊരു സർപ്രൈസ് റിലീസായിരുന്നു. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു സർപ്രൈസ് റിലീസായിരുന്നു മലയാള സിനിമയായ പരിവാർ എന്ന് പറഞ്ഞ സിനിമ. ഇന്ദ്രൻസ്, ജഗദീഷ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പം ഇനിയും അപ്ഡേറ്റുകളുണ്ട്. ഈ ആഴ്ചത്തെ റിലീസുകൾ കാര്യങ്ങളൊക്കെ ഇനിയും അപ്ഡേറ്റുകളുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ OTT അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.